ജീവിതത്തിൽ എന്തോരം കാശും പണവും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ ആ ജീവിതം നരകമായി പോകും. അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സിൽക്ക് സ്മിതയെ പറയാം. സെപ്റ്റംബർ 23, 1996 ഈ ഡേറ്റിലാണ് സിൽക്ക് സ്മിത ആത്മഹത്യ ചെയ്തത്. ഇതിന് കുറെ കാരണങ്ങൾ പറയുന്നുണ്ട്. ചിലർ പറയുന്നു ഒരു പർട്ടിക്കുലർ വ്യക്തിയാണ് അതിന് കാരണമെന്ന്. വേറെ ചിലരൊക്കെ അവർ സിനിമ പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു, അതിൽ വന്ന നഷ്ടങ്ങൾ, അപ്പോൾ ഈ കടമൊക്കെ കൂടിപ്പോയി, അതുകൊണ്ടാണ് അവർ സൂസൈഡ് ചെയ്തത് എന്ന് വേറൊരു കാരണവും പറയുന്നു. സോ ഇവർ സൂസൈഡ് ചെയ്യാൻ എന്താണ് കാരണം? സിൽക്ക് സ്മിതയുടെ ജീവിതത്തിൽ അങ്ങനെ എന്താണ് സംഭവിച്ചത്? ഇവരെല്ലാവരും പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വ്യക്തി, ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, അത് ആരാണ്? ഇതെല്ലാമാണ് നമ്മൾ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ബട്ട് അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതൊരു ചെറിയ കാര്യമാണ്, ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ട കാര്യമാണ്. ബട്ട് എനിക്ക് ഇതുപോലെ വീഡിയോസ് ഒക്കെ ഇടാൻ അതൊരു വലിയ മോട്ടിവേഷൻ തന്നെയായിരിക്കും. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സിൽക്ക് സ്മിത, ഇവരുടെ യഥാർത്ഥ പേര് വിജയലക്ഷ്മി എന്നാണ്. സിൽക്ക് സ്മിതയെ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പെഷ്യലി ലാലേട്ടന്റെ സ്ഫടികം എന്ന സിനിമയിൽ ഏഴുമല പൂഞ്ചോല എന്ന് പറയുന്ന ആ പാട്ട് കാണാത്ത മലയാളികളെ കാണില്ല. ഓക്കെ, ഈ സിൽക്ക് സ്മിത ജനിച്ചത് ആന്ധ്രയിലാണ്. ബട്ട് അവർ തമിഴന്മാരായിരുന്നു. അതായത് അവർ ബേസിക്കലി തമിഴാണ്, ബട്ട് അവർ ആന്ധ്രയിലാണ് ജീവിക്കുന്നത്. സിൽക്ക് സ്മിത ജനിച്ചപ്പോൾ തന്നെ അവരുടെ വീട്ടിൽ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലിരിക്കുമായിരുന്നു. സോ നാച്ചുറലി പാരന്റ്സിന് അവരെ പഠിപ്പിക്കാൻ പറ്റിയില്ല. സോ സിൽക്ക് സ്മിത 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കാരണം പിന്നെ സിൽക്ക് സ്മിതയുടെ അച്ഛൻ അവരുടെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് വേറൊരു സ്ത്രീയുടെ പുറകെ പോയി. അത് കഴിഞ്ഞിട്ട് നാച്ചുറലി കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അതുകൊണ്ട് സിൽക്ക് സ്മിതയുടെ പഠിത്തം 4ാം ക്ലാസ്സോട് നിന്നുപോയി. പഠിത്തം നിർത്തിയിട്ട് പിന്നെ ഈ ചെറിയ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു, ഈ പാത്രം കഴുകുക അങ്ങനെയൊക്കെ. പിന്നെ ഇവരെ കല്യാണവും കഴിപ്പിച്ച് വിടുന്നു വളരെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ 15 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ ഇവരെ കല്യാണം കഴിപ്പിച്ച് വിടുവാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അമ്മായിമ്മ ആയിക്കോട്ടെ, അവരൊക്കെ ഒരുപാട് ഉപദ്രവിക്കുന്നു എന്നതുകൊണ്ട് അവർ ആ വീട്ടിൽ നിന്നേ ഇറങ്ങി അങ്ങ് പോയി. അവിടെ നിന്ന് സിൽക്ക് സ്മിത നേരെ പോകുന്നത് ചെന്നൈയിലേക്കാണ്. ചെന്നൈയിൽ അവരുടെ റിലേറ്റീവിന്റെ വീട്ടിൽ താമസിച്ച് അവിടെ ഇരുന്ന് ചെറിയ ജോലിയൊക്കെ ചെയ്യുന്നു. കൊച്ചിലെ തൊട്ട് തന്നെ സിൽക്ക് സ്മിതയ്ക്ക് സിനിമയിൽ അഭിനയിക്കണം, ഹീറോയിൻ ആകണം എന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. സോ അതുകൊണ്ട് അവിടെ തന്നെ താമസിച്ച് ജോലിയും ചെയ്തു. സിനിമയിലും എന്തെങ്കിലും ചാൻസ് കിട്ടുന്നുണ്ടോ എന്നും നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ചെന്നൈ വെച്ചിട്ട് ഒരു വലിയ സ്റ്റുഡിയോ ഉണ്ട്, AVM സ്റ്റുഡിയോസ് എന്ന് പറയും. അതുവഴി നടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോ തമിഴ് നടനായ വിനു ചക്രവർത്തിയെ കാണുന്നത്. അപ്പൊ പുള്ളി കണ്ടപ്പോ തന്നെ ഈ പെണ്ണിനെ കാണാൻ കൊള്ളാമല്ലോ, കണ്ണിന് ഒരു പവർ ഉണ്ട്, ഇങ്ങനെ ആകർഷിക്കുന്ന ഒരു പവർ ഉണ്ട് എന്നതുകൊണ്ട് വിനു ചക്രവർത്തി എന്ന ആക്ടർ സിനിമയിൽ ഒരു ചാൻസ് കൊടുക്കുന്നു. ആ സിനിമയുടെ പേരാണ് വണ്ടിച്ചക്രം. സിൽക്ക് സ്മിതയുടെ ഒരു എയിം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ഹീറോയിൻ റോൾ ചെയ്യണം എന്നതായിരുന്നു. അതായത് അവരുടെ അഭിനയിക്കാനുള്ള ആ കഴിവ് ഈ ലോകം കാണണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം. ബട്ട് ഇവർക്ക് ഫസ്റ്റ് സിനിമയിൽ കിട്ടിയ റോൾ എന്താണെന്ന് അറിയാമോ? ഈ മദ്യമൊക്കെ വിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു ബാറിൽ ഈ മദ്യമൊക്കെ വിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഒരു ബാർ ഗേൾ എന്ന് വേണേ പറയാം. ഈ കള്ളച്ചാരായം എന്നൊക്കെ തമിഴ് പറയത്തില്ലേ, അതുപോലെ ഈ ചാരായം ഒക്കെ വിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കിട്ടിയത്. സോ ഗ്ലാമറസ് ആയ മദ്യം വിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ബട്ട് എന്നാലും കുഴപ്പമില്ല, ഞാൻ ഈ റോൾ ചെയ്യാം എന്ന് പറഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ആ റോള് അവർ അഭിനയിച്ചു കൊടുത്തു. അപ്പൊ ഈ സിനിമയിൽ അവർ ഒരു ബാറിൽ മദ്യം വിൽക്കുന്ന ഒരാളായിട്ടാണ്, ഒരു ക്യാരക്ടറാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ആ ബാറിന്റെ പേര്, ആ സിനിമയിൽ ആ ബാറിന്റെ പേര് സിൽക്ക് എന്നായിരുന്നു, സിൽക്ക് ബാർ. അപ്പൊ അതേ സിനിമയിൽ അവരുടെ പേര്, അതായത് സിൽക്ക് സ്മിതയുടെ പേര് ആ സിനിമയ്ക്കകത്ത് സ്മിത എന്നായിരുന്നു. അങ്ങനെയാണ് വിജയലക്ഷ്മിക്ക് സിൽക്ക് സ്മിത എന്ന പേര് വന്നത്. സോ ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം വേറെ കുറെ സിനിമകളിൽ ചാൻസ് കിട്ടുന്നു. എല്ലാ സിനിമയിലും ഇവരെ ഗ്ലാമറസ് ആക്ടേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഇവർ പതുക്കെ വളർന്ന് തമിഴ് സിനിമയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പവർഫുൾ ആക്ട്രസ് ആയിട്ട് മാറുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ രജനികാന്തും കമൽഹാസനും ഒക്കെ ഇല്ലേ, അവരുടെ സിനിമയിലൊക്കെ അഭിനയിക്കുന്നു എന്ന് മാത്രമല്ലാതെ അവരൊക്കെ സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അതായത് സിൽക്ക് സ്മിതയുടെ ഡേറ്റ്സിന് വേണ്ടിയിട്ട് രജനിയും കമലും വെയിറ്റ് ചെയ്യും. തമിഴ് സിനിമയിൽ ഒരു 50% ഹീറോ അല്ലെങ്കിൽ ഡയറക്ടർ, നല്ല കഥ, നല്ല മ്യൂസിക്, അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഒരു 50% ആ സിനിമ ഓടുന്നതെങ്കിൽ മറ്റേ 50%
സിൽക്ക് സ്മിതയ്ക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത്. സിൽക്ക് സ്മിത ആ സിനിമയിൽ ഉള്ളത് കൊണ്ടാണ് ഓടുന്നത്. ആ ഒരു ലെവൽ വരെ എത്തി സിൽക്ക് സ്മിത. അതായത് ഒരു സൈഡില് 50% ബിസിനസ് സിൽക്ക് സ്മിത കാരണമാണ് നടക്കുന്നത്. അത്രയും വലിയൊരു ഫാൻ ബേസ് അവർക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇപ്പൊ സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കാവൂ എന്ന് പറഞ്ഞ് കുറെ റൂൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെയൊക്കെ ഡ്രസ് ഇടാവൂ, പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് തല കുനിഞ്ഞ് നടക്കാവൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ഈ വക കാര്യങ്ങളൊക്കെ തകർത്ത് കളഞ്ഞിട്ട് വളരെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് എനിക്ക് എന്ത് തീരുമാനവും എടുക്കാൻ പറ്റും എന്ന വിധത്തിൽ ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് സിൽക്ക് സ്മിത വളർന്നു വന്നത്. ഒരാള് വലിയ നിലയിൽ വളർന്നു വരുമ്പോഴാണ് അതിന്റെ കൂടെ പ്രശ്നങ്ങളും വളർന്നത്. ഈ നെഗറ്റിവിറ്റി, ക്രിറ്റിസിസംസ് അതെല്ലാം അതിന്റെ കൂടെ തന്നെ ഇങ്ങനെ വളരും അല്ലേ. സോ സിൽക്കിനും അതേപോലെ പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങി. സോ ഇവർ എങ്ങനെയാന്ന് വെച്ചാല് ഒരു ചെറിയ ഫ്രണ്ട് സർക്കിൾ മാത്രമേ ഇവർ കൊണ്ടായിരുന്നുള്ളൂ. ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് വിശ്വസിക്കാൻ പാടില്ലാത്ത എന്നൊരു കൺഫ്യൂഷനിലായിരുന്നു ഇവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മീഡിയയിലൊക്കെ ഇവർ ഭയങ്കര ഒരു അഹങ്കാരം പിടിച്ച ഒരു സ്ത്രീയാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഇത് എത്രത്തോളമാണ് പോകുന്നത് എന്ന് വെച്ചാൽ, ശിവാജി ഗണേശൻ ഒരു പ്രാവശ്യം ഷൂട്ടിങ്ങിന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആക്ടേഴ്സും ആക്ട്രസസും എഴുന്നേറ്റ് നിൽക്കുന്നു. ബട്ട് സിൽക്ക് മാത്രം എഴുന്നേറ്റ് നിന്നില്ല. സോ ഇതിനെ കുറിച്ചൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് വരാൻ തുടങ്ങി. ഇവർക്ക് അഹങ്കാരം കൂടിപ്പോയി, ഇത്രയും വളർന്നേണ്ട അഹങ്കാരമാണ് ഇവർക്ക് എന്നൊക്കെ ഇങ്ങനെ പത്രങ്ങളിലൊക്കെ എഴുതാൻ തുടങ്ങി. കാരണം അത്രയും വലിയ സീനിയർ ആക്ടറാണ് ശിവാജി ഗണേശൻ. അത്രയും വലിയ ആക്ടർ വരുമ്പോൾ എല്ലാവരും എഴുതി നിൽക്കുക, ഹീറോ അടക്കം എഴുതിയിട്ട് നിൽക്കുക, സിൽക്ക് സ്മിത മാത്രം എഴുതിയിട്ട് നിൽക്കുന്നില്ല, ഇവർക്ക് അഹങ്കാരമാണ് അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവായിട്ടൊക്കെ മീഡിയയിൽ എഴുതുന്നു. ബട്ട് ലേറ്റർ അവരുടെ സൈഡിൽ നിന്ന് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ഇട്ടിരുന്ന ഡ്രസ്സ് അത്ര നല്ല ഡ്രസ്സ് അല്ലായിരുന്നു, ഇച്ചിരി സെക്സി ആയിട്ടുള്ള ഡ്രസ്സായിരുന്നു, ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സ് കുറവായിരുന്നു. അപ്പൊ ആ ഡ്രസ്സ് ഇട്ടിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് അത്ര മര്യാദയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കാൻ. ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴാണല്ലോ ഫുള്ള് കാണുന്നത്, ഈ ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും കാണില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കാഞ്ഞ് എന്ന് അവരുടെ സൈഡ് അവർ പറഞ്ഞു. അതേപോലെ തന്നെ MGRും അവരുടെ ഒരു ഫംഗ്ഷന് സിൽക്ക് സ്മിതയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അന്നത്തെ ആ ഫംഗ്ഷനും അവർ വന്നില്ല. അതും പ്രശ്നമായി. അപ്പൊ ഇതിന് വരാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, തെലുങ്കില് ചിരഞ്ജീവി എന്നൊരു ആക്ടർ ഇല്ലേ, നമ്മുടെ ഈ രാം ചരണിന്റെ ഒക്കെ അച്ഛൻ. സോ അദ്ദേഹത്തിന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ബിസിയായി പോയതുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ എനിക്ക് വരാൻ പറ്റാഞ്ഞ്. കാരണം ആ ചിരഞ്ജീവിയുടെ ഷൂട്ടിംഗ് തെലുങ്ക് സിനിമയ്ക്കല്ല, അപ്പൊ അത് ആന്ധ്രയിൽ നടക്കുകയാണ്. MGRന്റെ ഫംഗ്ഷൻ ഇവിടെ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നടക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് വരാൻ പറ്റാഞ്ഞ് എന്ന് പറഞ്ഞു. ബട്ട് ഇതും മീഡിയാസ് ഒന്നും അവർ സമ്മതിച്ചില്ല. അവർ പിന്നെയും ഇത് തെറ്റായിട്ട് തന്നെയാണ് അവർ എഴുതിയത്. സോ അവർ വളർന്നപ്പോൾ നെഗറ്റിവിറ്റീസും അവരുടെ കൂടെ തന്നെ വളരാൻ തുടങ്ങി. ഒരു സൈഡില് ഗ്ലാമർ അങ്ങനെ പോകുന്നു, അതേപോലെ വേറൊരു സൈഡില് അവരുടെ ആക്ടിങ്ങും അഭിനയ കഴിവൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള സിനിമകളും അഭിനയിക്കുന്നു. അഴകിൽ ഓയ്വതിലെ, നാണയം അങ്ങനത്തെ സിനിമയിലൊക്കെ വളരെ ഡീസെന്റ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഗ്ലാമർ ഒന്നും ഇല്ലാതെ അവരുടെ അഭിനയം മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള സിനിമകളൊക്കെ ചെയ്തു. ബട്ട് ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനെയൊക്കെ അധികം ആൾക്കാർ മൈൻഡ് ചെയ്തില്ല. അവർ ഗ്ലാമറായിട്ട് വന്നാലേ ഞങ്ങൾ കാണൂ എന്ന രീതിയിൽ അവരുടെ ഫാൻസ് തന്നെ പറയാൻ തുടങ്ങി. ബട്ട് അവിടെ തമിഴ് ഇൻഡസ്ട്രിയിൽ അവരുടെ ആക്ടിങ്ങിന് വാല്യൂ കൊടുത്തില്ലെങ്കിലും ഇവിടെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് അവരുടെ ആക്ടിങ്ങിന് വാല്യൂ കിട്ടി. അവരുടെ അഭിനയ കഴിവ് കാണിക്കാൻ, ഗ്ലാമർ മാത്രമല്ലാതെ അവരുടെ അഭിനയ കഴിവ് കാണിക്കുന്ന രീതിയിലുള്ള സിനിമകൾ കുറെ മലയാളത്തിൽ അവർക്ക് കിട്ടി. ഏകദേശം 70നും അപ്പുറം സിനിമകളിൽ മലയാളത്തിൽ അവർ അഭിനയിച്ചു. ഓക്കെ, അപ്പൊ എന്തായാലും ഇത്രയൊക്കെ ആയി, നല്ല പണമായി, നല്ലൊരു പേരായി. ബട്ട് എന്നാലും ഇവർക്കൊരു സമാധാനം ഇല്ലാത്തൊരു അവസ്ഥ. ചുറ്റും ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, എല്ലാവരും അവരെ സെക്ഷലി ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. ഇതെങ്ങനെയാന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ഓപ്പൺ പ്ലേസിൽ, ഒരു കാട് പോലത്തെ ഒരു സ്ഥലത്ത്, അവിടെ വീടുകളൊന്നും ഇല്ല, ഇച്ചിരി ഓപ്പൺ പ്ലേസിൽ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അന്നൊന്നും ഇന്നത്തെ പോലെ കാരവാൻ ഒന്നും ഇല്ലായിരുന്നു. ഈ ആൾക്കാരൊക്കെ ഇപ്പൊ നടന്മാർ നടിമാരൊക്കെ കാരവാനിൽ വന്നിട്ട് അവർ അഭിനയിക്കുന്നു. ബട്ട് അന്ന് ഈ കാരവാനും സംഭവമേ ഇല്ലായിരുന്നു. സോ അന്ന് ഒരു ഓപ്പൺ ഏരിയയിലായിരുന്നു അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് അവർക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണോ എന്നുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ആ ഓപ്പൺ സ്പേസിലേ പോകാൻ പറ്റില്ല. അതായത് ആ കാട്ടിനകത്ത് തന്നെ എവിടെയും സൈഡിൽ പോകാനേ പറ്റത്തുള്ളായിരുന്നു. സോ അങ്ങനെ ഒരു സമയത്ത് അവർ പോയപ്പോൾ, അതായത് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി കാട്ടിനകത്തോട്ട് പോയപ്പോഴത്തേക്ക് മരത്തിന്റെ മണ്ടയ്ക്ക് ആൾക്കാരൊക്കെ എത്തി നോക്കുക, പിന്നെ ഈ മതിലിന്റെ ഒക്കെ മണ്ടയ്ക്ക് ആൾക്കാർ എത്തി നോക്കുക, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി അവരെ. ആൻഡ് അത് മാത്രമല്ല, സിൽക്ക് സ്മിതയുടെ ഫാമിലിയും ആദ്യം തൊട്ടേ അഭിനയിക്കുന്നൊക്കെ എതിർക്കുന്നുണ്ടായിരുന്നു. ബട്ട് പിന്നെ ഇവർ നന്നായിട്ട് പണമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവരിതൊന്നും മൈൻഡ് ചെയ്തില്ല. ബട്ട് എന്നാലും ഫാമിലി വേണ്ട എന്ന് പറഞ്ഞ് അവർ തന്നെ മാറി ഇരിക്കുമായിരുന്നു. അതായത് ഈ ഫാമിലി ആന്ധ്രയിൽ ഇരിക്കുമായിരുന്നു, സിൽക്ക് സ്മിത ചെന്നൈ ഇരിക്കുമായിരുന്നു, തമിഴ്നാട്ടിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ 23, 1996 സിൽക്ക് സ്മിത സൂസൈഡ് ചെയ്തു എന്ന് ഞെട്ടിപ്പിക്കുന്ന ന്യൂസ് സ്പ്രെഡ് ആകുന്നു. ബട്ട് ഇവർ സൂസൈഡ് ചെയ്ത പിറ്റേ ദിവസം
ഇവരുടെ ആ ഡെഡ് ബോഡി ചെന്നൈയില് മോർച്ചറിയിൽ ചുമ്മാ വെച്ചേക്കുമായിരുന്നു. ഇനീഷ്യലി ആരും വന്നില്ല എന്നാ പറയുന്നത് ഒന്ന് കാണാൻ. പിന്നെ ഇവരുടെ ഫാമിലിക്ക് ഇൻഫോം ചെയ്യുന്നു. ഫാമിലി ആന്ധ്രയിൽ നിന്ന് ഇവിടെ വരുന്നു. വന്നതിന് ശേഷം അവരുടെ അമ്മയും അനിയനും ഒക്കെ കുറെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുന്നു. സ്വത്തുക്കൾക്ക് വേണ്ടിയാണ് ഇവരെ കൊന്നേ എന്ന് അനിയൻ പറയുന്നു. അമ്മയാണെങ്കിൽ ഞാനൊരു 3 ദിവസം മുമ്പെയാണ് വന്ന് കണ്ടിട്ട് പോയേ, അപ്പോ സൂസൈഡ് ചെയ്യാനുള്ള ഒരു മാനസിക അവസ്ഥയിൽ അല്ലായിരുന്നു അവൾ എന്ന് അമ്മ ക്ലിയർ ആയിട്ട് പറയുന്നു. സോ ഇങ്ങനെയൊക്കെ പറയുന്നതോട് കൂടി തന്നെ അവരുടെ മരണത്തിന് ഒരു താടി വെച്ച ഒരാളുണ്ടായിരുന്നു, അയാളാണ് കാരണം എന്ന രീതിയിലും ഈ സിൽക്ക് സ്മിതയുടെ അമ്മയും അനിയനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് ശേഷം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ എടുക്കത്തില്ലേ, സോ അതൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് സൂസൈഡ് തന്നെയാണ് എന്ന് ആ കേസിനെ ക്ലോസ് ചെയ്യുന്നു. ബട്ട് അവിടെ നിന്ന് ഒരു 6 വർഷങ്ങൾക്ക് മുന്നേ പോയി നോക്കിയാൽ, അതായത് 1996 അവർ സൂസൈഡ് ചെയ്യുന്നത്, അവർ മരിച്ചു പോകുന്നത്. അവിടെ ഇരുന്ന് ഒരു 6 വർഷങ്ങൾക്ക് മുന്നേ പോയി നോക്കിക്കഴിഞ്ഞാൽ, അതായത് 1990-കൾ ആ സമയത്തൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ, ആ ടൈമിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട്രസ് ആയിട്ട് ഇരിക്കുമായിരുന്നു സിൽക്ക് സ്മിത. ഈ സമയത്ത് ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ആ ആൾക്ക് താടി ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ഇദ്ദേഹം സിൽക്കിന്റെ കൂടെ ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്നാ പറയുന്നത്. വേറെ ആരെയും ക്ലോസ് ആക്കിയില്ല സിൽക്ക് സ്മിത, ഇയാള് മാത്രം ഭയങ്കര ക്ലോസ് ആയിരുന്നു എന്നാ പറയുന്നത്. സിൽക്കും അവർ ഒരുപാട് വിശ്വസിച്ചിരുന്നു എന്നാ പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ആ താടിക്കാരൻ എന്ന വ്യക്തിയില്ലേ, ആള് കല്യാണമൊക്കെ കഴിഞ്ഞ ഒരാളാണ് എന്നും പറയുന്നു. ആൾക്ക് വേറെ മക്കളൊക്കെ ഉണ്ട് എന്നും പറയുന്നു. ഒരു മകനും ഒരു മകളും ഒക്കെ അയാൾക്കുണ്ട്. അതേപോലെ തന്നെ അവരുടെ വൈഫും അയാളെ കളഞ്ഞിട്ട് പോയി എന്നാ പറയുന്നത് ആ താടിക്കാരൻ്റെ. സോ ആ താടിക്കാരൻ, അയാളുടെ മോള്, അയാളുടെ മകൻ, ഇവർ 3 പേരും പിന്നെ സിൽക്ക് സ്മിതയും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നു ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് എന്നാ പറയുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് സിൽക്ക് സ്മിതയ്ക്ക് എന്താ വേണ്ട എന്താ വേണ്ടാത്ത, അവരുടെ കോൾ ഷീറ്റിന്റെ കാര്യമായിക്കോട്ടെ, സിൽക്ക് സ്മിതയുടെ സാമ്പത്തിക കാര്യങ്ങളായിക്കോട്ടെ, ഇതെല്ലാം ഇദ്ദേഹമാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ട് വന്ന് എന്നാ പറയപ്പെടുന്നത്. പിന്നെ ഈ മീഡിയക്കാരൊക്കെ ഇല്ലേ, അവരും ഈ സിൽക്ക് സ്മിത ഇയാളെയാണ് കെട്ടാൻ പോകുന്നത് എന്നൊക്കെ എഴുതിയായിരുന്നു ആ സമയത്ത്. അറ്റ് ദ സെയിം ടൈം അയാളെ വിശ്വസിച്ച് ചിലയിടത്ത് പണവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴിലും തെലുങ്കിലും ഒക്കെ ചില സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ് അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരാൻ തുടങ്ങിയത്. അതായത് ഇവർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളെല്ലാം വലിയ ഫ്ലോപ്പ് ആയിപ്പോയി. സോ ഫൈനാൻഷ്യലി അവർ താഴെ പോയി, അവർ ബുദ്ധിമുട്ടിലായിപ്പോയി. ആൻഡ് അവർ കടവും മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു സൈഡിൽ ഈ കടം പ്രശ്നമായി, പിന്നെ ഒരു സൈഡിൽ സിനിമ ഓടിയില്ല, പിന്നെ ഇപ്പോൾ പുതിയ സിനിമയിൽ ചാൻസും കിട്ടുന്നില്ല. അങ്ങനെ കടം കൊടുത്തവർക്ക് വീട്ടിൽ കയറി വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നു. സോ ടോട്ടലി അവർ അപ്സെറ്റായി. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ താടിക്കാരൻ ഞാൻ പറഞ്ഞില്ലേ, അയാളുടെ മകളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ സ്വന്തം മോളെ പോലെ വളർത്താൻ തുടങ്ങി. സോ പിന്നെ ഇവരുടെ ലൈഫിൽ എന്താ നടക്കുന്നത് എന്ന് ആരും അറിയുന്നില്ല. ആ താടിക്കാരൻ, അയാളുടെ ഫാമിലി, ഇവരല്ലാതെ പുറത്ത് വരെ ആർക്കും അവരുടെ ലൈഫിൽ അതിനുശേഷം എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. സോ 1996 സെപ്റ്റംബറിൽ രാവിലെ അവർ സൂസൈഡ് ചെയ്യുന്നു. സൂസൈഡ് ചെയ്തപ്പോൾ ആ താടിക്കാരനും ആ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അയാളുടെ മകനും മകളും കതക് തട്ടിയായിരുന്നു, ബട്ട് ഇയാൾ മാത്രം കതക് തുറന്നില്ല എന്നാ പറയുന്നത്. സോ ഇപ്പോ 2024 ഇവരിപ്പോൾ മരിച്ചു പോയിട്ട് 28 വർഷങ്ങളായി. ഇപ്പൊ 28 വർഷമായിട്ടും ഇവരുടെ മരണം ഇപ്പോഴും ഒരു നിഗൂഢതയാണ്. ആ താടിക്കാരൻ ആരാണ് എന്നതും നിഗൂഢതയാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ എന്തോരം കാശും പണവും ഒക്കെ എന്തോരം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിൽ ജീവിതം നരകമായി പോകും. അതിന് ഒരു വലിയ എക്സാമ്പിൾ ആണ് സിൽക്ക് സ്മിത. സൂയിസൈഡ് ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി, സിൽക്ക് സ്മിതയുടെ ജീവചരിത്രം ഡേർട്ടി പിക്ചർ എന്നൊരു സിനിമയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ വിദ്യാ ബാലനാണ് സിൽക്ക് സ്മിതയായിട്ട് അഭിനയിച്ചിരുന്നത്. കണ്ടു നോക്കുക, അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായിട്ടും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അതെല്ലാം എനിക്ക് ഇനിയും വീഡിയോസ് ഇടാൻ ഒരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.